200ഓളം കുടുംബങ്ങൾക്ക് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടനാട് എസ്റ്റേറ്റ് വഴി നടക്കാനുള്ള അവകാശ ലംഘനത്തിനെതിരെ യുവജനതാദൾ ജില്ലാ കമ്മിറ്റി ആയിരുന്ന ശ്രീ അജ്മൽ സാജിദിന്റെയും ഷൈജൽ കൈഫിയുടെയും ജ്യോതിഷ് കുമാറിന്റെയും ഒക്കെ ഷംസു മേപ്പാടിയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടുത്തെ പൊതുജനങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിക്കുകയും ഞങ്ങളെ വഴി നടക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി സംസാരിച്ചപ്പോൾ നിരുത്തരപരമായിട്ടുള്ളൊരു മറുപടിയാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് നൽകിയിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാന്യമായി അവരോട് ഈ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് ഈ പറയുന്ന പ്രദേശത്ത് 60 കൊല്ലമായി വഴിയില്ല, ഈ വഴി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്ന് സൂചിപ്പിച്ചപ്പോൾ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. എന്നാൽ അവിടുത്തെ ജനകീയ സമരത്തിന്റെ ഭാഗമായി അന്ന് 4 റോഡുകൾ സമ്മാനിച്ചു കൊടുക്കുന്ന സാഹചര്യം കോട്ടനാട് എസ്റ്റേറ്റിലെ പൊതുജനത്തിന് വേണ്ടിയിട്ട് 200ഓളം കുടുംബങ്ങൾ ഇന്ന് അന്തസ്സോട് കൂടിയിട്ട് ആ വഴി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമായിട്ടുള്ളൊരു കാര്യത്തിന്റെ ഭാഗമാവുമ്പോൾ അതിന്റെ ഭാഗമായി കോട്ടനാട് എസ്റ്റേറ്റും മേപ്പാടി പോലീസുകാർ കൂടി ചേർന്ന് പോലീസിനെ ഇടിച്ചു മുഖം പൊളിച്ചു എന്നുള്ള ഒരു കേസും എന്റെയും അജ്മലിന്റെയും നേതൃത്വത്തിൽ വെച്ച് ഞങ്ങളെ 15 ദിവസത്തോളം റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് കഴിഞ്ഞ 7 വർഷമായി നടന്നിരുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ AJ ആന്റണി സാറിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ബഹുമാന്യ വയനാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ആ കേസിൽ നിന്നും എന്നെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ UA അജ്മൽ സാജിദിനെയും കുറ്റവിമുക്തരാക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. തീർത്തും 7 വർഷം നിയമത്തിന്റെ ചില നൂലാമാലകൾ വെച്ച് കോട്ടനാട് എസ്റ്റേറ്റും പോലീസുകാരും ഞങ്ങളെ വല്ലാതെ കേസിൽപ്പെടുത്തി, കള്ളക്കേസിൽ കുടുക്കി, അപമാനിതരാക്കിയ സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും നീതി ലഭിക്കുമെന്നതിന്റെ ഏറ്റവും പൂർണ്ണ രൂപമാണ് 7 വർഷങ്ങൾക്കിപ്പുറം ആ കേസിൽ നിന്നും ഞങ്ങളെ കുറ്റവിമുക്തരാക്കുകയും കോട്ടനാട് എസ്റ്റേറ്റ് 4 റോഡുകളും ഈ പറയുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, വയോവൃദ്ധർ, ചെറുപ്പക്കാർ, യുവാക്കൾ തുടങ്ങിയ ആളുകൾ അടക്കമുള്ള ആളുകൾ ആ വഴി ഇന്ന് ഉപയോഗിക്കുമ്പോൾ അത് സമര വിപ്ലവത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ വിജയത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെയൊക്കെ ചാരിതാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സന്തോഷം കൂടിയാണ്. നിലവിൽ കോട്ടനാട് വിപ്ലവ സമരം ഇന്ന് 4 റോഡുകൾ, അമ്പലക്കുളം റോഡ്, സ്കൂൾ പടി റോഡ് തുടങ്ങി എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയുള്ള റോഡടക്കം ഇന്ന് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം അന്നത്തെ യുവജനതാദളിന്റെ വിപ്ലവ സമരത്തിലൂടെ നേടിയെടുത്തെങ്കിൽ ഇനിയും വയനാട് ജില്ലയിൽ ഇതുപോലുള്ള ദുരിതം അനുഭവിക്കുന്ന മേഖലകളിൽ അതുപോലെ തന്നെ കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വഴി എത്തിച്ചു കൊടുത്തുകൊണ്ടുമൊക്കെ വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ ഇനിയും നടത്തും. പൊതുജനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒന്നുകൂടി ഇതിന്റെ ഭാഗമായി അറിയിക്കുന്നു. നന്ദി.